വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മളൊരു അടിപൊളി കിടക്കാഴ്ച ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പോഴും നമുക്ക് ഒന്ന് തിളങ്ങാനും വെളുക്കാനും ഒക്കെ ഇതൊക്കെ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ കാര്യം പറയണ്ടല്ലോ. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പക്ഷേ ഇന്നലെ നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ ഇച്ചിരി ചൂടൊക്കെ കുറവുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു സംഭവം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, കിടുക്കാച്ചിയാണ്. 3 ഐറ്റങ്ങൾ മാത്രം മതി. ഒരു സ്പൂൺ മതി സംഭവം. ഒരു ചരുവ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എന്നും ചോറൊക്കെ വെക്കുമല്ലോ. അപ്പോൾ ചോറൊക്കെ വെച്ചിട്ട് അരിയൊക്കെ വാർത്ത് ചോറൊക്കെ വാർത്ത് ഒക്കെ എടുക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ഇനി കഞ്ഞിവെള്ളം ഒന്നും കളഞ്ഞു. പക്ഷെ എന്നാലും ഇതേമാതിരി ഒരു 1-2 സ്പൂണൊക്കെ നിങ്ങൾക്ക് അടിച്ച് മാറ്റിയൊക്കെ വയ്ക്കാം. ഇതേപോലുള്ള കിടുക്കാഴ്ച ഐറ്റം ചെയ്യാൻ കേട്ടോ. അപ്പോഴും നമ്മൾ ഇന്ന് കഞ്ഞിവെള്ളം കൊണ്ടുള്ള പരിപാടിയാണ്. നേത്താപ്പൊക്കെ ഇട്ടേക്കുന്നത്. മഞ്ഞപ്പൊടി കുറച്ച് ഇവിടെ വീണു കേട്ടോ. നൈറ്റിക്കകത്ത് അന്നേരം ആ മഞ്ഞ കളറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പുതച്ച് മൂടി നിൽക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, മഞ്ഞപ്പൊടി എങ്ങനെയോ അതിനകത്തുനിന്ന് എടുത്തു കട്ടി അങ്ങ് വീണു. അപ്പോൾ ഇത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴും 3 സംഭവങ്ങൾ മാത്രം മതി. കഞ്ഞിവെള്ളം വേണം, അലോവേര ജെല്ല് വേണം, ഒരു വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂൾ മാത്രം മതി. പിന്നെ ഞാനിത് കുത്താനുള്ള ഞാൻ നമ്മുടെ സരസ്വൻ്റെ ബ്ലൗസിൽ നിന്ന് വാടകയ്ക്ക് എടുത്തതാണ്. ഞാൻ എവിടെ കൊണ്ടുവച്ചാൽ ഇത് കാണത്തില്ല. സംഭവം ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ കുത്താനും ഒക്കെ കിടന്ന് തപ്പിയാൽ കാണത്തില്ല കേട്ടോ. പിന്നെ തയ്ക്കുന്ന സൂചി കൊണ്ട് അതൊട്ടും കാണത്തുമില്ല. ഇനിയില്ലെങ്കിൽ ഇനിയിപ്പോൾ കടയിൽ പോകണം നമ്മൾ. എന്തായാലും സരസ് ബ്ലൗസിൽ അവിടെ കഴുകിയിട്ടിരുന്നത്. അപ്പോൾ ഞാനിവിടെ നിൽക്കില്ല, ഞാൻ ഓടിപ്പോയി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. കൊത്തിയിട്ട് അങ്ങ് കൊണ്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഓടിച്ചിട്ട് തന്നെ അടിക്കും. അപ്പോൾ നമുക്ക് പായ്ക്കൊക്കെ ഇടാൻ തയ്യാറാവും കേട്ടോ. അപ്പോഴേ അലോവേര ജെല്ല് എടുക്കാം ആദ്യം. അലോവേര ജെല്ല് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചരുവ കണ്ട ചിരിക്കും കേട്ടോ. ഒരു ചരുവ് ഇത് ഞാൻ തെറ്റിക്ക് വെള്ളം ഒഴിക്കാൻ എന്നും ഈ ചരുവത്തിനകത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോഴതിനകത്തുനിന്ന് നമുക്ക് 1 സ്പൂൺ മതി കേട്ടോ. തെറ്റിക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ. ആ ഒരു സ്പൂണോ നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇതുമായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് എടുക്കണം. ഞാനിപ്പോൾ ഇത്രയും എടുക്കുന്നു എന്ന് വെച്ച് നിങ്ങളും അത്രയൊന്നും എടുക്കാൻ പോരാ കേട്ടോ. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യണ്ടേ. നല്ല കട്ട കഞ്ഞിവെള്ളം കേട്ടോ. അങ്ങനെ എടുത്തില്ലായിരുന്നല്ലോ. ഇതും കൂടെ ഒരെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. സംഭവം കിടുവാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്ന് ഞാൻ പറയുന്നത് പോലെയല്ല, ഇത് നിങ്ങൾ ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയ ചിലവൊന്നും ഇല്ലാത്തതാണ് സംഭവം. അലോവേര ജെല്ലിനൊക്കെ ഇച്ചിരി പൈസ കൊടുക്കണം. വൈറ്റമിൻ ഇ ഇതിനും ഇച്ചിരി പൈസ കൊടുക്കണം. കഞ്ഞിവെള്ളത്തിന് പൈസയൊന്നും കൊടുക്കേണ്ട. നമ്മളിങ്ങനെ പൈസ ഒറ്റ പൈസ ചിലവാക്കേണ്ട. നമ്മുടെ മുഖമൊക്കെ അങ്ങോട്ട് അടിപൊളി കിടുക്കാച്ചിയായിട്ട് വെളുക്കും തുടുക്കും അല്ലേ. ഇതൊക്കെയാണ് കൊറിയക്കാരും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മളിവിടെ ഇത് നമ്മൾ ആ കഞ്ഞിവെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു അടിപൊളി കിടുക്കാച്ചി ഒരു ക്രീം പരുവത്തിൽ ഇത് കിട്ടും കേട്ടോ. അതങ്ങോട്ട് നമ്മൾ മുഖത്തങ്ങോട്ട് ഇട്ട് കൊടുക്കണം. മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഏത് പായ്ക്കുകൾ തന്നെയാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ശരീരത്തിലുള്ള അഴുക്കും കൂടെ വെച്ച് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ദോഷമാണ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് കേട്ടോ നമ്മൾ ചെയ്യും. ഇന്നലെ രാത്രി ഞാൻ കളിച്ചില്ല. ഇച്ചിരി തൈരും കൂടെ എടുത്ത് രാത്രി മുഖത്ത് വരട്ടിക്കൊണ്ടാണ് കിടന്നത്. എന്നിട്ട് രാവിലെ ഞാൻ കാര്യം സത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെ ഒരു പരിപാടി. ഇന്നലെ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കൊടുത്തു. എന്നാലും ഒരു തണുപ്പ് വരട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിനകത്ത് വെള്ളം കുടിക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി തൈരും കൂടി ഇരുന്നു. അത്ര ഉളക്കില്ല. അതാ ഒരു മിനുക്കമൊക്കെ കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ കുളിച്ച് രാവിലെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. രാത്രിയിൽ ഇച്ചിരി എന്തെങ്കിലും തൈരൊക്കെ നല്ലതാണ് കേട്ടോ. എന്നിട്ട് രാവിലെ കുളിച്ചപ്പോഴാണ് കഴുകി മാറ്റിയത്. കിടുവാണ് കേട്ടോ. അപ്പോഴും നമുക്ക് പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ.
കണ്ട ഇത് 3 പേരും കൂടെ മിക്സ് ചെയ്യുമ്പം ഇങ്ങനെ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. നല്ല വെള്ള കളറിലാണ് കിട്ടുന്നത് കേട്ടോ. നല്ല വെള്ള കളറിൽ ഇങ്ങനെ ക്രീം പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോഴും നിങ്ങളെ നല്ല നമ്മുടെ കഞ്ഞിവെള്ളത്തിന് നല്ല കട്ടയായിരുന്നു കേട്ടോ. തണുത്ത കാലാവസ്ഥയായതുകൊണ്ടായിരിക്കാം കട്ടയാണ്. ഇന്നലെ തണുപ്പൊക്കെ ഉണ്ട്, ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട്. ഒരു കാക്കച്ചി ഉണ്ടല്ലോ, ഒത്തിരി സമയം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്യുന്നതിന് നോക്കിയിരിക്കുക, പറന്നുപോയി. അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കഞ്ഞിവെള്ളമൊക്കെ കളയാതെ ഒഴിച്ചൊക്കെ വെച്ചേക്കണം. ബാക്കിയൊക്കെ നമ്മുടെ പശു മാമയ്ക്കും ആടുമാമയ്ക്കും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ പിന്നെ അമ്മയുണ്ടല്ലോ, ഞാൻ 2-3 മൂട് ഈ നമ്മുടെ കറ്റാർവാഴ നട്ടിട്ടുണ്ട്. പിന്നെ അമ്മ കളയത്തൊന്നുമില്ല. ഒന്നീ അത് അവിടെ കറിവേപ്പ് നട്ടിട്ടുണ്ട്, അതിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയിരിക്കും. ഞാനാണെങ്കിലും കളയത്തില്ല കേട്ടോ. ഞാൻ കൂടുതലും എൻ്റെ തെറ്റിക്കാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. തെറ്റിക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് കൊല കുത്തി പൂക്കും കേട്ടോ. ഈ നമ്മുടെ കഞ്ഞിവെള്ളവും അതിന് സമം സാദാ വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കും. ഇത് ഞാൻ കഴുകി കളയത്തൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ വെച്ചേക്കും, വൈകിട്ട് വരെ അങ്ങ് വെച്ചേക്കും. ഞാൻ വിചാരിക്കും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ പുരട്ടിയിട്ട് എന്തിനാ പെട്ടെന്ന് കഴുകി കളയുന്നതെന്ന് വിചാരിക്കും. അത്രയ്ക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇത് നമ്മളെ ഇത് പുരട്ടി ഇത്തിരി കഴിയുമ്പോൾ ഇത് നമ്മൾ പുരട്ടിയിട്ട് ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴുകി കളഞ്ഞാൽ മതി. പക്ഷേ ഈ സൊപ്പ് ഇത് ഇങ്ങനെ വെച്ചേക്കാൻ നോക്കും കേട്ടോ. ഇങ്ങനെ ഞാൻ കഴുകി കളയത്തില്ല. നിങ്ങൾക്ക് അഥവാ കഴുകി കളയണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കഴുകി കളഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ കഴുകി കളയത്തിയിരുന്നു. നല്ല തണുപ്പാട്ടോ. നമ്മുടെ നിവിയയുടെ ക്രീമൊക്കെ അല്ലേ അതേമാതിരി ഇരിക്കുന്നത്. കുറച്ച് അലോവേര ജെല്ലും കുറച്ച് വൈറ്റമിൻ ഇ ക്യാപ്സുകളും ഒക്കെ വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ഇതൊക്കെ എന്നും ചെയ്യാം. നമ്മുടെ മുഖത്തിനൊന്നും ഒരു ദോഷവും സംഭവിക്കത്തില്ല കേട്ടോ. എല്ലാവരും ചിലരൊക്കെ ഇങ്ങനെ കമൻറ്റിൽ കൂടി അല്ലാതെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന കാണാം, ദിവസവും ഇങ്ങനെ പായ്ക്കുകളിട്ട് കഴിഞ്ഞാൽ മുഖത്ത് അല്ലാതെ ആവും, പന്നലാവുമോ നമ്മുടെ സ്കിന്നൊക്കെ. പക്ഷേ ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളല്ലേ കേട്ടോ. കഞ്ഞിവെള്ളം മാത്രമാണെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൂ. നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന കുപ്പിക്കകത്ത് ഒഴിച്ച് അത് സ്പ്രേ ചെയ്ത് ഒഴിച്ചു കൊടുത്ത് നോക്കിക്കോളൂ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. മുടിക്കുമൊക്കെ കഞ്ഞിവെള്ളം, എനിക്ക് ഇന്നാളിലൊക്കെ ആ മുടിയിലൊക്കെ ഞാൻ എന്നും ഞാൻ കഞ്ഞിവെള്ളം ഇങ്ങനെ സ്പ്രേ. പക്ഷേ അന്നേരമൊക്കെ എനിക്ക് ഇച്ചിരി മുടി വളർച്ച ഉണ്ടായിരുന്നു. ഷോർട്ടിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ അന്നേരം ഇച്ചിരി മുടി വളർച്ച ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇല്ല തലവേദനയൊക്കെ ആയപ്പം പിന്നെ ഞാൻ ഒന്നും ചെയ്യാതെ വന്നു. അങ്ങനെ വീണ്ടും എൻ്റെ ഈ ചൂടിൻ്റെ ആയിരിക്കും കേട്ടോ മുടി പൊട്ടിപ്പോകുന്നത്. അപ്പോഴെന്തേ നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ വൈറ്റമിൻ ഇ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് നമ്മുടെ മുഖത്തും മുടിയിലും ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നല്ലതാണ്. ഒരു സ്പൂൺ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട നമുക്കിത്. ഒരു സ്പൂൺ ഞാൻ അത്രയേ എടുത്തുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ കഞ്ഞിവെള്ളം എടുക്കുന്നത്, ആ ഒരു സ്പൂൺ കഞ്ഞിവെള്ളം മതി കേട്ടോ. നന്നായിട്ട് അപ്പം തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല നല്ല ഇതാവും കേട്ടോ. അപ്പോഴേ ഇതിലും മായമില്ല, മന്ത്രമില്ല, ഒന്നുമില്ല കേട്ടോ. നമ്മൾ പക്ക ഇതെടുത്ത് അപ്പോഴേ തന്നെ നമ്മൾ ചെയ്ത് കാണിക്കുകയാണല്ലോ. ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല സുഖം കിട്ടും കേട്ടോ. ആരോടും പറഞ്ഞു തരാത്ത രഹസ്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. ഒറ്റൊരു മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നമ്മൾ ഇത്രയും പേര് മാത്രം അറിഞ്ഞാൽ മതിയിട്ട് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് ആരും കേട്ടില്ലല്ലോ. ആരെങ്കിലും കേട്ടോ ഞാൻ പറഞ്ഞത്? ആരും കേട്ടില്ലെന്നാണ് വിശ്വാസം കേട്ടോ. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കുക,
ആരും പറഞ്ഞു തരത്തില്ല ഈ രഹസ്യങ്ങളൊക്കെ കേട്ടോ. ഈ പാവം സുഖു മാത്രമാണ് ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത്. വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള എളുപ്പത്തിനുള്ള ചെയ്യാൻ പറ്റും? ഈ മടിച്ചിക്കോറ എനിക്കറിയാം, എൻ്റെ കൂട്ട് മടിച്ചിക്കോറകളാണ് എൻ്റെ കൂട്ടുകാരെന്ന്. അതുകൊണ്ടല്ലേ ഈ മടിച്ചിക്കോറ അങ്ങോട്ടേക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ കൂട്ടുകാരും പറയും, എൻ്റെ കൂട്ടുകാരും മടിച്ചിക്കോറകളാണെന്ന് എനിക്കറിയാം. അതാണ് കമൻറ്റിൽ കൂടി പറയുന്നത്. സമയമില്ല, ചെയ്ത് നോക്കാം. സമയമൊക്കെയുള്ള മടിച്ചക്കോറകളല്ലെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കി റിസൾട്ടിൻ്റെ കാര്യമൊക്കെ പറയുമല്ലോ. ഇതിപ്പോൾ എനിക്ക് വരുന്ന കമൻറ്റിനകത്ത് ചെയ്ത് നോക്കാൻ ചേച്ചി, സമയമില്ല ചേച്ചി എന്നൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് കമൻറ്റുകൾ കേട്ടോ. അപ്പോഴേ എനിക്കറിയാം നിങ്ങളെ എന്നെപ്പോലെ മടിച്ചികളും കുഴിമടിച്ചികളാണല്ലോ നിങ്ങളെന്ന്. പക്ഷെ ചിലരൊക്കെ പറയുന്നുണ്ട് അവർ ചെയ്ത് നോക്കി ഇതൊക്കെ അവരും ചെയ്ത് നോക്കുന്നുണ്ടാവുമല്ലോ, കിടു റിസൾട്ടാന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കുഴിമടിച്ചികളുടെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ ദൈവമേ കേട്ടോ. അപ്പോഴത്തെ ഇപ്പോൾ കഴിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ഞാൻ ഇപ്പോഴേ കഴിയുന്നില്ല. അതാണ് സംഭവം. നല്ല എന്താ തണുപ്പെന്നറിയാം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല തണുപ്പുണ്ട് നമ്മുടെ മുഖത്ത് കേട്ടോ. എന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കാം നിങ്ങൾ. പിന്നെ വൈറ്റമിൻ ഇ എന്നും ഇടണ്ട, ആഴ്ചയിലൊക്കെ ഒരു ദിവസം ചെയ്താൽ മതി. പക്ഷേ ഇത് രണ്ടും മാത്രമായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ, എന്നിട്ട് എന്നോടൊന്ന് പറ. നിങ്ങൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോടൊന്ന് പറയണം കേട്ടോ. അന്നേരം ഞാൻ പറയത്തില്ല നിങ്ങൾ കുഴിമടിച്ചികളാണ്, എന്നെപ്പോലെ നല്ല മിടുക്കി കൊച്ചുങ്ങളാണെന്ന് ഞാൻ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കണമെങ്കിൽ എൻ്റെ കമൻറ്റിനകത്ത് നിങ്ങൾ എഴുതണം. ചെയ്ത് നോക്കി നല്ല കിടു റിസൾട്ടാണ്. ഒരുപാട് കാറ്റടിച്ച് അവരറിയില്ല പോകല്ലേ അപ്പോൾ ഇരുന്ന് ആടുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോഴേ കേട്ടോ, അപ്പോഴതൊക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കുഞ്ഞ് കമൻ്റാണെങ്കിലും വലിയ കമൻ്റാണെങ്കിലും അത് വായിച്ച് നോക്കാൻ സന്തോഷമാണ് കേട്ടോ. എല്ലാവരും കമൻ്റൊക്കെ അയക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും ഞാൻ കഴി മാറ്റുന്നില്ലെന്ന് പറഞ്ഞില്ല, നേരെ ഇതിങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ. ഇതേപോലെ കുഞ്ഞു ടിപ്പുമായിട്ട്